ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കുറച്ച് ഇഡിയംസുകൾ പരിചയപ്പെടാം. എന്താണ് ഇഡിയംസ്? നിങ്ങൾ കേട്ടിട്ടില്ലേ ഇഡിയംസ്? നിങ്ങൾ മുന്നേയൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, എക്സാമ്പിൾസ് എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ശൈലികൾ, ആ ശൈലികൾ എന്താണ് നമ്മൾ ലാംഗ്വേജിൽ പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന. ഇപ്പോൾ പഴഞ്ചൊല്ല് അല്ലേ, പഴഞ്ചൊല്ലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴഞ്ചൊല്ല് എന്നുള്ളത് നമ്മൾ പറയുന്നു, അഥവാ പ്രോവർബ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ശൈലികൾ, നമ്മുടെ മലയാളത്തിൽ പല ശൈലികളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള കുറച്ചധികം ശൈലികളാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. മലയാളത്തിലെ ഒട്ടുമിക്ക ശൈലികളും കേട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മീനിങ് നമുക്ക് ഗസ് ചെയ്യാൻ കഴിയില്ല, എന്താണ് പറയുന്ന ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലുള്ള കുറച്ച് ഇഡിയംസ് നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം എന്താണ് ഇഡിയംസ് എന്ന് നോക്കാം. എന്താണ് ഇഡിയംസ്? ഇഡിയംസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ മീനിങ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. അപ്പോൾ ഇഡിയംസ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോവർബ് അല്ലേ, പഴഞ്ചൊല്ല് പോലെ ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ വേർഡ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലായ്പ്പോഴും ഈ വേർഡ്സുകളുടെ ഡയറക്റ്റ് മീനിങ് ആവില്ല ആ ഒരു കോൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് ആ വേർഡ്സിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥ മീനിങ് എല്ലാ സമയത്തും നമ്മൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ചില സമയത്ത് എന്താവും, ഡയറക്റ്റായിട്ട് ഇഡിയംസിലുള്ള ഈ ശൈലികളുടെ വേർഡ് മീനിങ് തന്നെയാവും എന്ത് ചെയ്യുന്നത്, ആ ഒരു ആശയത്തെ ഡയറക്റ്റായിട്ട് ഉദ്ദേശിക്കുന്നത്. ചില സമയത്തോ സംടൈംസ് ദ മീനിങ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സംടൈംസ് ഡിഫിക്കൽട്ട്. ചില സമയത്ത് ഡയറക്റ്റായിട്ട് പറയും, ചില സമയത്ത് എന്താവില്ല, നമുക്ക് മീനിങ് ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏറ്റവും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇഡിയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോറിയൊക്കെ വായിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ജെസ്സി ഓവൻസിൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് അകത്ത് തന്നെ എന്തുണ്ട്, 3-4 ഇഡിയംസ് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കേസിൽ നമ്മളിപ്പോൾ ആ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ ഒരു പാരഗ്രാഫ് നമുക്ക് ആ ഇഡിയത്തിൻ്റെ മീനിങ് നമുക്ക് ഗസ് ചെയ്യാം. ഇങ്ങനെ കോണ്ടെക്സ്റ്റ് തന്നിട്ടുള്ള കേസുകളിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രഹിച്ചെടുക്കാൻ കഴിയും എന്താണ് മീനിങ് എന്നുള്ളത്. പക്ഷേ ചില കേസുകളിൽ എന്തുണ്ടാവില്ല, നമ്മളിപ്പോൾ എക്സാമിന് അല്ലെങ്കിൽ ചില കേസുകളിൽ ഈ ഒരു ഇഡിയം ഒറ്റയ്ക്ക് തരുന്ന കേസുകളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചില മെയിനായിട്ടുള്ള ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില മെയിൻ ഇഡിയംസിന് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്കൊന്നും കൂടെ പറയാം, എന്താണ് ഇഡിയംസ്? ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ മീനിങ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. സംടൈംസ് ദ മീനിങ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സംടൈംസ് ഡിഫിക്കൽട്ട്. അല്ലേ, ചില സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല, മീനിങ് ഡയറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ മലയാളത്തിൽ അങ്ങനത്തെ ശൈലികൾ നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഡയറക്റ്റ് മീനിങ് അല്ല, പക്ഷെ നമ്മളുടെ ആശയം നമ്മളത് ഉപയോഗിച്ച് നമുക്കതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് അറിയുക ചെയ്യും. അപ്പോൾ നമുക്കിനി കുറച്ച് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കുറച്ച് ഇഡിയംസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. അപ്പോൾ നോക്കിയിടേ, ഫസ്റ്റ് ഇഡിയം എന്താ, ഇഡിയംസിലെ ഫസ്റ്റ് വണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും. ബീറ്റ് അറൗണ്ട് ദ ബുഷ്, അത് ബുഷിൻ്റെ ചുറ്റുമായിട്ട് അടിക്കുക, ഇങ്ങനെയുള്ളൊരു മീനിങ്ങാണ് വരുന്നത്. എന്നാലും ഓൾമോസ്റ്റ് ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ നിൽക്കും. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ, അവോയ്ഡ് ടോക്കിംഗ് അബൌട്ട് ദ മെയിൻ ടോപ്പിക്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ മെയിൻ ടോപ്പിക്ക് പറയാണ്ട്, അല്ലെങ്കിൽ മെയിൻ ടോപ്പിക്ക് ഫോക്കസ് ചെയ്യാണ്ട് അവിടെയും ഇവിടെയൊക്കെ തൊട്ടുകൊണ്ട് സംസാരിക്കുക. ഇതിനാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഇപ്പോൾ ഒരാൾക്കൊരു കാര്യത്തെക്കുറിച്ച് എന്തില്ല, ധാരണയില്ല, ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണയില്ല, അല്ലെങ്കിൽ എന്തില്ല, ഒരാൾക്കൊരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ഇത്തരം കേസിൽ അയാൾ എന്ത് ചെയ്യുക, നമുക്ക് പറയാം എന്ത്, ഹി വാസ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അല്ലേ, അവിടെയും ഇവിടെയും തൊടാണ്ട് എന്തൊക്കെയോ സംസാരിക്കുക, മെയിൻ പോയിൻ്റ് ഒന്നും പറയാണ്ട് സംസാരിച്ചു. അപ്പോൾ അതാണ് ബീറ്റ് അറൗണ്ട് ദ ബുഷ്. ഇനി അടുത്ത കേസ് നോക്കിയേ, ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. അല്ലേ, ഒരു ചത്ത് കിടക്കുന്നൊരു കുതിരയെ തല്ലുക. അപ്പോൾ അതിൽ നമുക്ക് ഓൾമോസ്റ്റ് അർത്ഥം കിട്ടി. അല്ലേ, അതായത് ഒരു കാര്യമില്ല, ഒരു ചത്ത് കഴിഞ്ഞൊരു വസ്തുവിനെ വീണ്ടും തച്ച് കഴിഞ്ഞാൽ അതില്ല, ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഗിവിങ് ടൈം ഓർ എനർജി ടു സംതിങ് ദാറ്റ് ഈസ് ഓവർ. അല്ലേ, കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് മേലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എനർജിയും നമ്മുടെ ടൈമെല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതൊരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. അല്ലേ, മലയാളത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ശൈലി ഉണ്ടല്ലോ, ഒരു ഇഡിയം, ഒരു പദപ്രയോഗമുണ്ട്. അതായത് ചത്ത കുട്ടിയുടെ ജാതകം നോക്കുകയെന്ന് പറയാറുണ്ട്. അല്ലേ, എന്താണ്, ചത്ത കുട്ടിയുടെ ജാതകം നോക്കിയിട്ട് പിന്നെ ഒരു കാര്യമില്ല, അത് കഴിഞ്ഞു പോയി,
ഇനി അത് നമ്മളുടെ ടൈമോ എനർജിയൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഓൾമോസ്റ്റ് ഈ ഒരു മീനിങ്ങിനോട് സാമ്യം വരുന്ന ഒരു ഇഡിയമാണ് ഇംഗ്ലീഷിലെന്ത്, ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ് അല്ലേ. അതെന്താണ്, കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ മേൽ നമ്മൾ എനർജിയോ ടൈമോ ഒക്കെ വേസ്റ്റ് ചെയ്യും. ഇനി അടുത്ത് നോക്കിക്കേ, ലെറ്റിൻ ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് അല്ലേ. പൂച്ചയെ ബാഗിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും, അതായത് ഒളിച്ചിരിക്കുന്ന എന്തോ കാലത്ത് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഒരു മീനിങ് അതിനകത്ത് വരുന്നില്ലേ. ലെറ്റിൻ ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്താ വരുന്നത്, മീനിങ് എന്താടാ, റിവീലിംഗ് ദ സീക്രട്ട് അല്ലേ, രഹസ്യം പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ അതുവരെ ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യം പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എവിടേക്കോ ചെറുതായിട്ട് ഇതിൻ്റെ മീനിങ് ഈ ഇഡിയവുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നോക്കിക്കുക, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനും ഇതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ലിങ്ക് ചെയ്തിട്ട് വെക്കുക. എന്നാലും നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഏതെങ്കിലും ഒരു കോണ്ടെക്സ്റ്റിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത്ര ഇഡിയംസ് കേട്ട് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മീനിങ് ഗസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ലെറ്റ് ഇൻ ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, എന്ത് ചെയ്യാം, ഒരു രഹസ്യം നമ്മളൊരു രഹസ്യം പുറത്ത് കൊണ്ടുവരിക. അതാണ് ലെറ്റ് ഇൻ ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ഒരു രഹസ്യം പുറത്ത് പറയുക. നെക്സ്റ്റ് വൺ എന്താ, എൻഡ് ഇൻ സ്മോക്ക് അല്ലേ. ആകെ സ്മോക്കായിപ്പോൾ നമ്മൾ പറയാറില്ലേ, ആകെ പുകയായിട്ട് പോയില്ലേ, ക്ലാസ് കഴിഞ്ഞു പക്ഷേ ആകെ കൂടെ ഒരു പുകയായിരുന്നൊക്കെ പറയാറില്ലേ. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടു എൻഡ് ഇൻ നത്തിങ് ഓർ യൂസ്ലെസ്, ഒരു കാര്യമില്ലാണ്ട് ഒരു വെറുതെ ആയി പോവുക, ഒരു ഉപകാരമില്ലാത്തായി പോവുക. അതാണ് എൻഡ് ഇൻ സ്മോക്ക്, അല്ലെങ്കിൽ ടു എൻഡിങ് നത്തിങ് ഓർ യൂസ്ലെസ്. നെക്സ്റ്റ് എന്താണ്, മിസ് ദ ബോട്ട് അല്ലേ. മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ പറയാം എനിക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു ബട്ട് ഐ മിസ് ദ ബോട്ട്, ഒരു ചാൻസ് നഷ്ടപ്പെടുക, ടു മിസ് എ ചാൻസ്. ഇതേപോലെ എന്ത് പറയാറുണ്ട്, ടു മിസ് ദ ബസ് കേട്ടോ, ടു മിസ് ദ ബസ് എന്ന് പറയാറുണ്ട്, ടു മിസ് ദ ബോട്ട് എന്ന് പറയാറുണ്ട്. നമുക്ക് നല്ലൊരു അവസരം ഒത്തു വന്നിട്ട് അവസരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ ആ അവസരം നഷ്ടപ്പെടുത്തി, അതിനും എന്ത് പറയാറുണ്ട്, ടു മിസ് ദ ബോട്ട്, ഒരു ചാൻസ് നമുക്ക് നഷ്ടപ്പെടുക. നെക്സ്റ്റ് എന്താ, അറ്റ് ദ 11th hour. 11th hour എന്താ, 11th മീൻസ് അവർ മീൻസ് നമ്മൾ ക്ലോക്കിൽ മൊത്തം 12 hours അല്ലേ ഉള്ളത്. അപ്പോൾ 11th hour അല്ലേ, 11ാമത്തെ മണിക്കൂർ എന്ന് പറയുമ്പോൾ എന്താണ്, അവസാനത്തെ മണിക്കൂറിൽ. മീനിങ് എന്താ, അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ് അല്ലേ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് എന്ത് ചെയ്യാം, അവസാനത്തിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ അവസാനത്തിലൊരു കാര്യത്തെക്കുറിച്ച് പ്രവർത്തിച്ചു തുടങ്ങുക. അതാണ് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. നെക്സ്റ്റ് എന്താ, ടു സ്മെൽ എ റാറ്റ്, ഒരു റാറ്റ് സ്മെല്ല് ചെയ്യുക. റാറ്റിനെ സ്മെല്ല് ചെയ്യാൻ എന്താ, എന്തോ ഒരു സുഖമില്ലാത്തത്. എൻ്റെ മീനിങ് നോക്കിയാൽ സംതിങ് ഡൗട്ട്ഫുൾ ഓർ സസ്പീഷ്യസ്, അതായത് ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നുക, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് എന്തോ ഒരു സംശയാസ്പദമായിട്ടൊക്കെ കാണാം. അപ്പോൾ ഇത് യൂഷ്വലി ഇത് ഏറ്റവും കൂടുതൽ കറക്റ്റായിരിക്കും ഈ പോലീസുകാരെ കേസസിൽ. അപ്പോൾ ഈ പോലീസുകാരൊക്കെ എന്തെങ്കിലും കേസുകളൊക്കെ അവർ അന്വേഷിക്കാൻ വരുന്ന സമയത്ത്, ക്രൈം എന്തെങ്കിലും ഒരു കൊലപാതകമൊക്കെ അന്വേഷിക്കാൻ വരുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് റാറ്റ്, അതായത് എന്താണ്, സംശയാസ്പദമായ രീതിയിൽ എന്തോ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് എന്താ പറയുക, സംതിങ് ഈസ് സ്മെല്ലിങ് എ റാറ്റ്, എലിയെ മണക്കുന്നു എന്നല്ല, എന്നാലും അതൊരു ബാഡ് മീനിങ് അല്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഡൗട്ട്ഫുള്ളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യാം, അതാണ് ടു സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന, ഇംഗ്ലീഷിൽ കണ്ടുവരുന്ന മെയിനായിട്ട് വരുന്ന ഇഡിയംസുകൾ. അപ്പോൾ ഇനി നിങ്ങളെന്ത് ചെയ്യണം, ടെക്സ്റ്റ് വായിച്ചിട്ട് ടെക്സ്റ്റിനകത്ത് വരുന്ന 4 5 അല്ലെങ്കിൽ 3 4 ഇഡിയംസ് വരുന്നുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതുക. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യാത്ത 10 ഇഡിയംസും അതിൻ്റെ മീനിങ്സും കൂടെ എഴുതണം. ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇവിടെ ഈ വീഡിയോയ്ക്ക് അകത്തും ഡിസ്കസ് ചെയ്യാത്ത, പുറത്ത് നിന്നുള്ള ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ, നമുക്ക് എക്സാമിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്, ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന 10 ഇഡിയംസുകളും അതിൻ്റെ മീനിങ്ങും എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്തിട്ട് എഴുതുക.
അപ്പോൾ എന്താണ് ഇഡിയംസ് എന്നുള്ളത് പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതാണ് ഓരോ ശൈലികൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡെഫിനേഷനായിട്ട് നമുക്ക് എങ്ങനെ പറയാം, ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡിയംസ് ആർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ മീനിങ് ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ ഇൻഡിവിജ്വൽ വേർഡ്സ് ആൻഡ് സംടൈംസ് ദ മീനിങ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സംടൈംസ് ഡിഫിക്കൽട്ട്. അല്ലേ, ഭാഷയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ശൈലികൾ, അത് ഓരോ ഭാഷയിലും എന്തുണ്ട്, അതാത് ഭാഷകളിലായിട്ട് വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കുന്ന ഓരോ ശൈലികളുണ്ട് താനും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, 10 നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 10 ഇഡിയംസ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തുക. അതിൻ്റെ മീനിങ്ങും കൂടെ എഴുതുക കേട്ടോ. ഓരോ ഇഡിയമും അതിൻ്റെ മീനിങ്ങും കൂടെ നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പർ 70, പേജ് നമ്പർ 70 ഒരു ആക്ടിവിറ്റി കണ്ടില്ലേ, സ്പെല്ലിംഗ് ക്യൂസ്. ഇനി നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാം നോക്കുക, പേജ് നമ്പർ 70 ഇവിടെ കുറച്ച് അധികം പോപ്പുലറായിട്ടുള്ള സ്പോർട്ടിംഗ് ഈവൻസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോർട്ടിംഗ് ഈവൻസിൻ്റെ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷന് 1, 2, 3 ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഗെയിം ഏതാണെന്നുള്ളതും താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം എന്തില്ല, 4 ഓപ്ഷനിലും ഒരു ഓപ്ഷൻ മാത്രമേ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാൻ കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ ഞാൻ പറയും. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്തിട്ട് ഇത് നോട്ട്ബുക്കിലോട്ട് ഓരോ പേര് എഴുതുക, ഓപ്ഷൻ എഴുതേണ്ട, ഓരോതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ എഴുതുക. എന്നിട്ട് ആ ഗെയിം ഏതാണെന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്തുക. ഫസ്റ്റ് വൺ ഞാൻ വായിക്കാം. അത്ലറ്റ്സ് കോമ്പീറ്റ് ബൈ ഷൂട്ടിംഗ് ആൻ ആരോ വിത്ത് എ ബോ. അല്ലേ, അവരൊരു ആരോയും ബോയും അല്ലെ അമ്പും വില്ലും വെച്ചിട്ട് അവർ ഷൂട്ട് ചെയ്യുന്ന ഗെയിം ഏതാ, ആർച്ചറി അല്ലേ. അപ്പോൾ അതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വണ്, സെക്കൻഡ് വണ്, അത്ലറ്റ് കോമ്പീറ്റ് ബൈ റൈഡിങ് ബൈസിക്കിൾസ്. അത്ലറ്റ് എന്ത് ചെയ്യും അല്ലേ, ബൈസിക്കിൾ റൈഡിങ് എന്താണ്, സൈക്ലിംഗ് ആണ്. നമുക്ക് നോക്കണം അതിനകത്ത് നിന്നുള്ള കറക്റ്റ് സ്പെല്ലിങ് അല്ലേ, കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അതാണ്, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് തേർഡ് വൺ അല്ലേ, എ ബ്യൂട്ടിഫുൾ സ്പോട്ട് വെർ അത്ലറ്റ് ഡൈവ് ഇൻ ടു വാട്ടർ ഇൻ സ്റ്റൈൽ. അത്ലറ്റ് എന്ത് ചെയ്യാം, വെള്ളത്തിലോട്ട് ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട് ഇറങ്ങുക, ഏതാണ്, ഡൈവിങ് ആണ്. എക്സാമ്പിൾ അതിൻ്റെ സ്പെല്ലിംഗ് ഏതാ, ABCD ഏതാണ്, ഓഫ് കോഴ്സ് എ ആണല്ലേ, ബാക്കിയുള്ള സ്പെല്ലിംഗ് എല്ലാം തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് വണ്, അത്ലറ്റ്സ് കോമ്പീറ്റ് ബൈ റണ്ണിങ് ആൻഡ് ജമ്പിങ് ഓവർ സെവറൽ ഫ്രെയിംസ്. കണ്ടിട്ടില്ലേ, ഹഡിൽസിൽ എന്ത് ചെയ്യുക, ഫ്രെയിംസുകൾ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത്ലറ്റ് ഒരേ സമയം ഓടുന്നു, അതിനടുത്തെത്തുമ്പോൾ എന്താ ചെയ്യുക, അതിന് മേലെ ചാടിയിട്ട് കംപ്ലീറ്റ് ഹഡിൽസ് ആരാണോ, കംപ്ലീറ്റ് ഫ്രെയിംസ് ആരാണോ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നോക്കുന്നത്. അത് ഏത് ഗെയിമാണ്, ഹഡിൽസ്. സ്പെല്ലിങ് ഏതാണ്, ഓപ്ഷൻ 4 ആണ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വണ്, എ പിച്ചർ ത്രോസ് ദ ബോൾ ആൻഡ് എ ബാറ്റർ ഹിറ്റ്സ് ദ ബോൾ വിത്ത് എ ബാറ്റ്. അല്ലേ, ഒരു പിച്ചർ എന്ത് ചെയ്യുന്നു, ഒരു ബോൾ ത്രോ ചെയ്യുന്നു, അടുത്ത ആൾ അത് ബാറ്റ് ചെയ്യുന്നു. ഏതാണ് ഗെയിം, ബേസ്ബോൾ അല്ലേ. ബേസ്ബോൾ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അതിനകത്ത്, ഓപ്ഷൻ 5 ആണ്. ഓപ്ഷൻ ഡി അല്ലേ, 5 ഓപ്ഷൻ ഡി ആണ്, ബേസ്ബോൾ. നെക്സ്റ്റ് വൺ എന്താ, അത്ലറ്റ് സെർവ് ജംപ് ആൻഡ് സ്പൈക്ക് ദ ബോൾ. അത്ലറ്റ് എന്ത് ചെയ്യും, ബോൾ ജമ്പ് ചെയ്യും, സ്പൈക്ക് ചെയ്യും. ഏതാ, വോളിബോൾ. ശരിയല്ലേ, 6ാമത്തെ നോക്കിയ സ്പൈക്ക് അല്ലെ, അത്ലറ്റ് സെർവ് ജംപ് ആൻഡ് സ്പൈക്ക് ദ ബോൾ ഏതാണ്, വോളിബോൾ. കറക്റ്റ് സ്പെല്ലിംഗ് ഏതാ, ഡി ആണ് ആൻസർ അല്ലേ, ബോൾ. വോളിയുടെ സ്പെല്ലിങ് ശരിയാണ്, പക്ഷേ ബിക്കകത്ത് ബോളിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ച കൊടുത്തുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, 7th വൺ, അത്ലറ്റ്സ് കോമ്പീറ്റ് ബൈ റൈഡിങ് എ ഹോഴ്സ് ഓവർ എ ഫ്രെയിം. അല്ലെ, ഒരു ഫ്രെയിമിൻ്റെ മേലയിലൂടെ എന്ത് ചെയ്യാം, അത്ലറ്റ്സ് എന്ത് ചെയ്യും, അത്ലറ്റ്സ് അവർ ഒരു ഹോഴ്സുമായിട്ട് അവരിങ്ങനെ ജമ്പ് ചെയ്തിട്ട് പോകും. അതേതാണ് ഗെയിം, ഇക്വസ്റ്റൈൻ ആണ് ആൻസർ, ഓപ്ഷൻ എ ആണ് സ്പെല്ലിങ് കറക്റ്റ് കേട്ടോ. ദെൻ 8th വൺ, അത്ലറ്റ്സ് യൂസ് എ ബ്ലണ്ട് സോഡ് ടു ഹിറ്റ് ആൻ ഒപ്പോണൻറ്റ്. അല്ലേ, ഒരു സോഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എതിരാളിയെ ബ്ലെൻഡ് ചെയ്യുന്നു. എന്താണ്, ഫെൻസിങ് ആണ്. അപ്പോൾ 8 ഓപ്ഷൻ എ ഫെൻസിങ് ആണ്. നെക്സ്റ്റ് 9th വണ്,
അത്ലറ്റ് വിയർ സ്പെഷ്യൽ ഗ്ലോവ്സ് ആൻഡ് പഞ്ച് ഈച്ച് അതർ അല്ലേ, വലിയ ഗ്ലോവ്സ് എല്ലാം ഇട്ടിട്ട് പരസ്പരം ഇങ്ങനെ പഞ്ച് ചെയ്ത് അടിക്കുന്നു. ഇത് ഗെയിം ബോക്സിങ്. അപ്പോൾ ഓപ്ഷൻ സി, 9th വൺ ഓപ്ഷൻ സി ആണ് ബോക്സിങ്. ദെൻ 10th വൺ, athletes do several acrobatic stunt and are judged by a panel of judges. ഇവർ പലതരം സ്റ്റണ്ടുകളിലെ അക്രോബാറ്റിക് സ്റ്റണ്ടുകളെല്ലാം പെർഫോം ചെയ്യുന്നു. എന്നിട്ട് ഇവരെ ഒരു പാനൽ ഓഫ് ജഡ്ജസ് എന്ത് ചെയ്യുന്നു, ഇവരുടെ പെർഫോമൻസിന് വിലയിരുത്തുന്നു. ഏതാണ്? ജിംനാസ്റ്റിക്സ് ആണ് ആൻസർ വരുന്നത്. അതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ ബി ആട്ടോ. 10th വണ് ജിംനാസ്റ്റിക്സ്, ആൻസർ ഓപ്ഷൻ ബി. നൗ 11th വൺ, എ ഫീൽഡ് സ്പോർട്ട് വെർ അത്ലറ്റ്സ് ത്രോ എ ലോങ് സ്പിയർ. കണ്ടിട്ടില്ലേ? ജാവലിങ്ങിൽ എന്ത് ചെയ്യാം, ഒരു വലിയൊരു ലോങ് സ്പിയർ അല്ലേ, ഒരു വടി പോലെ. ആ വടിയുടെ ഒരറ്റം നല്ല ഷാർപ്പായിരിക്കും. എന്നിട്ട് ഇത് ത്രോ ചെയ്യാം. ആ ത്രോ ചെയ്യുന്ന കോമ്പറ്റീഷനാണ് എന്ത്? ജാവലിംഗ് അല്ലേ, ജാവലിംഗ്. അതിനകത്ത് ജാവലിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താ ജാവലിംഗ് കൊടുത്തിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ്. 11th വൺ, എ ഫീൽഡ് സ്പോർട്ട് വെർ അത്ലറ്റ്സ് ത്രോ എ ലോങ് സ്പിയർ. സി, ജാവലിംഗ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ 12th വൺ നോക്കിയേ. എ ഫീൽഡ് സ്പോർട്ട് വെർ അത്ലറ്റ്സ് ത്രോ എ ഹെവി മെറ്റൽ ബോൾ. എന്താണ്? അത്ലറ്റ്സ് എന്ത് ചെയ്യാം, നല്ല ഹെവി, നല്ല കനമുള്ളൊരു ലോഹത്തിൻ്റെ ഒരു ബോൾ ത്രോ ചെയ്യാം. കണ്ടിട്ടില്ല നമ്മൾ ഈ കോമ്പറ്റീഷന്? എന്താ പറയാം? ഷോർട്ട് പുട്ട് അല്ലേ. സ്പെല്ലിങ് ഏതാണ്? ഷോർട്ട്. ആറുണ്ടോ അതോ ആറില്ലാത്തതാണ് ആൻസർ? 12th വണ്ണ് ഷോർട്ട് പുട്ട് കേട്ടോ, ഓപ്ഷൻ സി ആണ്. SHOTPUT, ഷോർട്ട് പുട്ടാണ് അല്ലേ, ഒരു ഷോർട്ട് പുട്ട്. അതാണ് ഒരു ഹെവി മെറ്റൽ ബോൾ ത്രോ ചെയ്യുന്ന കോമ്പറ്റീഷൻ. അപ്പോൾ ആൻസർ എന്താണ്? സി ആണ് കേട്ടോ. 12th വണ്ണ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ നിങ്ങളിനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിൽ ഓരോന്നായിട്ട് ഓരോ ഗെയിംസ് അല്ലേ, ഓരോ ഗെയിംസിൻ്റെ ചെറിയ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആൻസറും സ്പെല്ലിങ് തെറ്റരുത്. കറക്റ്റ് സ്പെല്ലിങ് ആൻസർ ഏതാണോ, ഓപ്ഷൻ എ ആണോ ബി ആണോ ഡി എന്നുള്ള സ്പെല്ലിങ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതും കൂടെ നോട്ട്ബുക്കിലോട്ട് എഴുതിയിട്ട് ഈ സ്പെല്ലിങ് ക്യൂസ്, ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, താങ്ക് യു.